എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിതത്തിൽ ഇപ്പം ഭയങ്കരമായ ഓട്ടാണ്. ആർക്കും ഒന്നിനും സമയമില്ല. പക്ഷേ ഞാൻ കാണിക്കുന്ന ഒരു 6-7 മിനിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മാത്രം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിച്ചണിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് പോയാൽ മതി കേട്ടോ. കാരണം വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് നമുക്ക് ജോലിക്ക് പോകണം, കുട്ടികൾക്ക് പോകണം, അങ്ങനെ നമ്മൾ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, വീട്ടിൽ അവിടെ അവരുടെ പേരൻസ് ഉണ്ട്, അവരുടെ കാര്യം നോക്കണം, എല്ലാത്തിനും നമ്മൾ ഓടി നടക്കുക. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്കായിട്ട് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ചെയ്യണം കേട്ടോ. അതുപോലെ വയറൊക്കെ ആണെങ്കിലും ഇപ്പം പൊന്തിച്ച് നിൽക്കുന്ന ആ വയറൊക്കെ ഒന്ന് അമുങ്ങി അതിനെ ഒന്ന് അവിടെയൊക്കെ ഒരു എക്സസൈസ് ചെല്ലുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോ ഞരമ്പുകളും ഇങ്ങനെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ അടങ്ങി അനങ്ങാതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവിടെയൊക്കെ ചെന്നൊരു തട്ടുമ്പോൾ അവർക്കും ഒരു സുഖം, അങ്ങനെ നമ്മുടെ ബോഡി മൊത്തം ഒരു ഊർജ്ജം കിട്ടും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 പ്രാവശ്യം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നവർക്ക് അത്രയും വേഗത്തിലൊന്നും എടുക്കാൻ സാധിക്കില്ല. സാധിക്കുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റൊരാൾ ഇതിനെക്കാട്ടി സ്പീഡിലോ അല്ലെങ്കിൽ എടുത്ത് ചാടി കളിക്കുന്നോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പയ്യെ പയ്യെ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ നിങ്ങളുടെ ബോഡിക്ക്. ഇതൊരു ഭയങ്കരമായ എക്സസൈസ്. നമ്മുടെ കൊളസ്ട്രോളും അതുപോലെ നമ്മുടെ ഷുഗറും അതുപോലെ നമ്മുടെ BP-യും ഇതെല്ലാം തന്നെ നമുക്ക് നന്നായി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഫുൾ ബോഡിയിലാണ് ഇതിൻ്റെ ഒരു എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൈക്ക് മാത്രമല്ല കാലിന് മാത്രമല്ല ഫുൾ ബോഡി കണ്ടോ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 30 ടൈം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളും 30 ടൈം അതുപോലെ എടുക്കാവുന്നത്ര ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നടന്നു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ സ്പീഡിൽ നടന്നങ്ങ് പോകുന്ന രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കാലിന് നല്ല ബലം കിട്ടും. ആ കാലിൻ്റെ മുട്ടിൻ്റെ നേരെ ബാക്ക് വശത്തൊക്കെ ആ ഞരമ്പുകളൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ എൻ്റെ എക്സസൈസ് ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. അത് നമുക്ക് റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 1/4 മണിക്കൂറൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഹസ്ബൻഡ് 2 തേങ്ങ ഇടാമെന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാനും പുറകെ പോയി. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇന്നിപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷമാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കരിക്ക് കൂടെ വേണമെന്ന്. അപ്പോൾ അവർ പുള്ളിക്കാരൻ ഇപ്പറേ വന്നൊരു കരിക്ക് തോണ്ടിയിടുകയാണ്. അപ്പം രാവിലെ ഒരു കരിക്ക് കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ കറക്റ്റ് കരിക്കാണോ ഇടുന്നത് എന്ന് അറിയില്ല, ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കരിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ഞങ്ങളിത് ആ തേങ്ങയും ഒക്കെ എടുത്ത്, അത്യാവശ്യം തേങ്ങ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് 10 42 43 തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ തെങ്ങൊക്കെ പോയി. ഇപ്പോൾ ഉള്ള തെങ്ങിനെ നല്ലപോലെ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുല വെട്ടി പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇച്ചിരി കിളി കൊത്തിയതുകൊണ്ട് കൊണ്ടുവച്ചാൽ പക്ഷേ അതങ്ങ് പഴുക്കാൻ ഇച്ചിരി വെയിറ്റിംഗ് താമസമുണ്ട്. അപ്പോൾ 2 തേങ്ങയൊക്കെ പൊതിച്ച് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൂടുതൽ പൊതിക്കണ്ട, പൊതിച്ച് തേങ്ങ കണ്ടാൽ നമുക്ക് ഭ്രാന്താണ്. പിന്നെയും പിന്നെയും ചിരണ്ടി ഓരോന്നിനൊക്കെ ചേർത്ത് അമിതമായി ചേർക്കും. അതുകൊണ്ട് 2 എണ്ണം 2 ദിവസത്തെ ഒക്കെ ആയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കരിക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിക്കിൻ്റെ ആ വെള്ളം രാവിലെ ഇങ്ങനെ നമ്മൾ എക്സസൈസൊക്കെ കഴിഞ്ഞ് ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് വന്ന് കുടിക്കുമ്പോൾ നല്ല ഒരു എനർജി കിട്ടും. കരിക്കിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് നിങ്ങളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ നോക്കുമ്പോൾ തേങ്ങ പൊതിക്കുന്നുണ്ട്, തേങ്ങ ഇടുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ബോഡിക്ക് ഒന്നും ആവുന്നില്ല. നമ്മുടെ ബോഡി നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിക്കൂടാ. ഇതായിരുന്നു കേട്ടോ കരിക്ക്. കണ്ട ആ കരിക്ക് പൊതിക്കാൻ ഇത്തിരി പാട് കണ്ടോ. കാരണം തേങ്ങയൊന്നും അതിൻ്റെ ചകിരിയൊന്നും അതിനകത്തുനിന്ന് വിട്ട് വരത്തില്ല. കട്ടിയായിട്ടിരിക്കുക, ചെറുതാണല്ലോ അത്. അതായത് വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. തേങ്ങ ആയില്ലല്ലോ. അവിടെ കിടന്ന് ഇങ്ങനെ മൂക്കുമ്പോഴാണ് തേങ്ങ കുത്തുമ്പോൾ തന്നെ ഇങ്ങനെ
അടന്നു വരുന്നത്. അപ്പോൾ അതിങ്ങനെ അപ്പം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ചൂടിൻ്റെ കാര്യം തന്നെയാണ്. നല്ല ചൂടാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ധാരാളം വെള്ളം കുടിക്കുക, ചിക്കൻ പകൽ ഒഴിവാക്കി രാത്രി കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ബീറ്റ്റൂട്ടില്ലേ, ഒരു കഷ്ണം ബീറ്റ്റൂട്ട് വളരെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അതൊരു 25 ഗ്രാം എന്ന കണക്കിന് മുറിച്ചെടുത്ത് ഒരു കഷ്ണമായാലും മതി. അതൊന്ന് നല്ല പോലെ ഒരു കുഞ്ഞമ്മിക്കല്ലൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അതിട്ടൊന്ന് ചതച്ചിട്ട് അതെടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഇപ്പം ഞങ്ങൾ രണ്ടാളും കുടിക്കും കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇതുള്ളത് കൊണ്ട് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും കുടിക്കും. അപ്പോൾ ഒരു മുറി നാരങ്ങ, അതായത് ഒരു മുറിയുടെ നാരങ്ങയുടെ പകുതിയും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് ഞങ്ങൾ കുടിക്കും. അപ്പം അത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആ കരിക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലാ എക്സസൈസുകളൊക്കെ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് വളരെ വേഗം ഷെയർ ചെയ്യുക, എന്നെ മുന്നോട്ട് നയിക്കുക കേട്ടോ.